തിരുവനന്തപുരം തുമ്പയിൽ ബോംബേറ് 2 പേർക്ക് പരിക്കേറ്റു. തുമ്പ നെഹ്റു ജംഗ്ഷൻ സ്വദേശികളായ അഖിൽ, വിവേക് എന്നിവർക്കാണ് പരിക്കേറ്റത്. 2 ബൈക്കുകളിലെത്തിയ 4 സംഘമാണ് നാടൻ ബോംബെറിഞ്ഞത്. വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, എന്താണ് സംഭവിച്ചത്? അശ്വതി, അഖിൽ, വിവേക് എന്നീ 2 പേർക്കാണ് ഈ ബോംബേറിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഖില് നേരത്തെ കാപ്പ കേസിൽ ജയിലിലായിരുന്നു. ഇരുവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് അക്രമത്തിലേക്ക് കലാശിച്ചതെന്ന് പോലീസ് കരുതുന്നു. 2 ബൈക്കുകളിലായാണ് അക്രമി സംഘം എത്തിയത്. തുടർന്ന് ഈ 2 പേർക്കും നേരെ അക്രമം നടത്തുകയായിരുന്നു. നാടൻ ബോംബുകളാണ് ഇരുവർക്കും നേരെ വലിച്ചെറിഞ്ഞത്. തുടർന്ന് ഈ സംഘം അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. തുമ്പ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വലിയ ഉഗ്ര സ്ഫോടനത്തോടു കൂടിയാണ് അവിടെ ഈ ബോംബ് ആക്രമണം നടന്നത്. 2 പേരെയും പിന്നീട് നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഗുണ്ടാ കുടിപ്പകയാണ് ഇത്തരമൊരു ആക്രമണത്തിന് പിന്നിലെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. അശ്വതി, വിനോദ്, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? വിനോദ് പറഞ്ഞതുപോലെ ആണെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്, അതിന്റെ ഒരു ആഘാതം ഉണ്ടാകും. എന്താണ് നാട്ടുകാർ പറയുന്നത്? ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തന്നെയാണ് ആക്രമിക്കപ്പെട്ടവരും ഈ ബൈക്കുകളിൽ എത്തിയവരും തമ്മിൽ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്കിടയിലെ കുടിപ്പക ഇങ്ങനെ ഒരു ആക്രമണത്തിൽ കലാശിച്ചു എന്നതാണ്. നേരത്തെ തന്നെ ഇവിടെ ഈ ലഹരി സംഘങ്ങളുടെ സാന്നിധ്യമുണ്ട്. തുമ്പ കേന്ദ്രീകരിച്ച് നേരത്തെ പോലീസിന്റെ പരിശോധനകൾ നടത്തുകയും അവിടെ പരസ്യമായി തന്നെ ഒരു യുവാവിനെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന ദൃശ്യങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. വിളിച്ചു വരുത്തിയായിരുന്നു അവിടെ യുവാവിനെ ആൾക്കൂട്ടം ചേർന്ന് തന്നെ ആ തരത്തിലുള്ള ഒരു വിചാരണ എന്ന നിലയ്ക്ക് നടത്തിയത്. ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. നിരന്തരം ഈ സംഘർഷം ഉണ്ടാകുന്ന ഒരു പ്രദേശം. അവിടെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും ഏറ്റുമുട്ടലുകളും പലപ്പോഴും നടക്കുന്നതാണ്. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും എന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 2 ബൈക്കുകളിലാണ് 4 പേര് എത്തിയത്. എന്നിട്ട് ഇവർ നാടൻ ബോംബുകൾ വലിച്ചെറിയുകയായിരുന്നു. 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ശരി വിനോദ്, ഈ കൊച്ചിയിൽ ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങളുടെ വലിയൊരു വിളയാട്ടം നടക്കുന്നു. അതും പോലീസിന്റെ മൂക്കിന് താഴെ എന്ന രീതിയിലുള്ള പരമ്പരകളടക്കം നമ്മളടക്കം ന്യൂസ് 8 അടക്കം ചെയ്തതാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്തും പട്ടാപ്പകലും സാധാരണ ജനങ്ങൾക്ക് രക്ഷയില്ലെന്നാണോ? തീർച്ചയായും ഈ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം, അത് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ നടപടികൾ, അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഗുണ്ടാക്രമണങ്ങൾ, കൊച്ചിയിൽ അതുപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുന്ന സാഹചര്യം, അവരുടെ ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്ന വിവരം, അതോടൊപ്പം തന്നെ കൊട്ടേഷൻ നൽകുന്ന സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഓപ്പറേഷൻ ആഗ് പോലുള്ള പദ്ധതികൾ വീണ്ടും പോലീസ് വളരെ സജീവമാക്കുകയും നിരവധി അറസ്റ്റുകളും കാപ്പ പോലുള്ള നടപടികൾ ചുമത്തുകയും കരുതൽ തടങ്കലുകൾ വയ്ക്കുകയും ഒക്കെയും ചെയ്യുന്ന പോലീസിന്റെ നടപടികൾ സജീവമായി. ഇതിനിടയിലും ഇത്തരത്തിൽ വിളയാട്ടം, ഗുണ്ടകളുടെ ആക്രമണം നടക്കുന്നു എന്നത് തന്നെയാണ് വീണ്ടും ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുന്നത്. ഇത് 2 സംഘങ്ങളാണ്. സാധാരണ നിലയിൽ ഉള്ള അക്രമം എന്നതിനപ്പുറത്തേക്ക് കുടിപ്പകയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾ, ബോംബ്, ഇവർ കൃത്യമായി ഇവരെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് എത്തിയത്. 4 പേരാണ് 2 ബൈക്കുകളിലായി എത്തിയത്. നേരത്തെയും ഇവരുടെ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരമാണ്. പ്രത്യേകിച്ച് ഈ ലഹരി സംഘങ്ങളുടെ സാന്നിധ്യം തുമ്പയിൽ നേരത്തെ തന്നെ ഉണ്ട് എന്ന വിവരവും ആ തരത്തിലുള്ള പരിശോധനകളും റെയ്ഡുകളും വലിയ തോതിൽ കഞ്ചാവ് ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അക്രമ സംഭവങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഗുണ്ടാ കുടിപ്പകയുടെ പേരിൽ നടന്ന അക്രമം. ആ ഒരു അക്രമത്തിൽ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള പോലീസ് നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതാണ് വിനോദ്, വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം തുമ്പയിലാണ് ബോംബേർ ഉണ്ടായിരിക്കുന്നത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പട്ടാപ്പകലാണ് ഈ സംഭവം എന്നുള്ളതും ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിനു മുൻപ് വിനോദ്, നമ്മൾ ഈ കരമനയിലെ ആ കൊലപാതകം, അതും പകൽ സമയത്തായിരുന്നു, നമ്മളെ നടുക്കിയ ഒരു വാർത്തയായിരുന്നു അത്. അതിന് ശേഷവും ഈ ഗുണ്ട ആക്ട് ഒന്നും കൃത്യമായി നടപ്പിലാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. പോലീസിന്റെ നടപടികളുണ്ട്. ഈ കരമന സംഭവത്തിന് മുൻപ് തന്നെ, കരമന സംഭവം കൊച്ചിയിലെ ഗുണ്ടാവിളയാട്ടത്തിന് പിന്നാലെ പോലീസിന്റെ നടപടികൾ ശക്തമാക്കുന്ന ഘട്ടത്തിലാണ് കരമനയിലെ കൊലപാതകം ഉണ്ടായത്. അതും ഈ തരത്തിലുള്ള കുടിപ്പകയുടെ ബാറിൽ വെച്ചുണ്ടായ ഒരു തർക്കത്തിന്റെ പേരിൽ നടന്ന കൊലപാതകമായിരുന്നു. കരുതിക്കൂട്ടി അവിടെ എത്തുകയും യുവാവിനെ കൊലപ്പെടുത്തുകയുമായിരുന്നു. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് നേരെയുള്ള അക്രമവും നടന്നിരിക്കുന്നത്. ഈ ആക്രമിക്കപ്പെട്ടവരും നേരത്തെ ചില
അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരം. നേരത്തെ തന്നെയുള്ള വൈരാഗ്യത്തിന്റെ പേരിലുള്ള ആക്രമണം, ഒരു പോലീസിന്റെ പരിശോധനകൾ നടക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ബോംബുമായി എത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. മണ്ണന്തലയിൽ ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഒരു ഗുണ്ടാ സംഘത്തിലെ യുവാവിന്റെ 2 കൈപ്പത്തികളും അറ്റുപോയത്. അത് ആഴ്ചകൾക്ക് മുൻപായിരുന്നു. ഇത്തരത്തിൽ ബോംബുമായി എത്തി എതിരാളികളെ ആക്രമിക്കുന്ന നിലയിലേക്ക് തിരുവനന്തപുരത്ത് ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നത് തുടർച്ചയായുള്ള സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ശരി വിനോദ്, എന്തായാലും തിരുവനന്തപുരം തുമ്പയിലാണ് ബോംബേർ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നതിന്റെ ദൃശ്യങ്ങളാണ്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ നാടൻ ബോംബ് എറിയുകയായിരുന്നു. 2 ബൈക്കുകളിലെത്തിയ 4 അംഗ സംഘമാണ് നാടൻ ബോംബ് എറിഞ്ഞത്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.